ഭൂട്ടാൻ വാഹനക്കടത്ത് കേസിൽ കേരള പോലീസിന്റെ സഹായം തേടി കസ്റ്റംസ്. ക്രമസമാധാന ചുമതലയുള്ള എഡിജിപിക്ക് കസ്റ്റംസ് പ്രിവന്റീവ് വിഭാഗം കമ്മീഷണർ കത്ത് നൽകി. വാഹനങ്ങളുടെ നമ്പറുകൾ ഉൾപ്പെടെയുള്ള വിവരങ്ങൾ പോലീസിന് കൈമാറി. തിയോഫിൻ ചേരുകയാണ്. തിയോഫിൻ, ഏത് രീതിയിൽ ഈ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാനാണ് കസ്റ്റംസ് ഉദ്ദേശിക്കുന്നത്? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഷമ്മി, നിലവിൽ കസ്റ്റംസ് കഴിഞ്ഞിട്ടുള്ളത് 38 വാഹനങ്ങൾ മാത്രമാണ്. ആദ്യ ദിവസത്തെ റെയ്ഡിൽ സംസ്ഥാനമായി 35ഓളം സ്ഥലങ്ങളിൽ നടന്ന റെയ്ഡിൽ 36 വാഹനങ്ങൾ ആദ്യം പിടികൂടിയിരുന്നു. അതിനുശേഷം അടുത്ത ദിവസം 2 വാഹനങ്ങൾ കൂടി പിടികൂടിയിരുന്നു. ഒരെണ്ണം അടിമാലിയിൽ നിന്നും ഒരെണ്ണം കൊച്ചിയിൽ കൊണ്ടുവരുന്നു നിന്നും. അങ്ങനെ 38 വാഹനങ്ങൾ മാത്രമാണ് ഇതുവരെ പിടികൂടാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്നാൽ 100-ലധികം വാഹനങ്ങൾ ഇനിയും പിടികൂടാനുണ്ട് എന്നാണ് കസ്റ്റംസിന്റെ കണക്കുകൂട്ടൽ. അങ്ങനെ ലഭ്യമായ വിവരം അനുസരിച്ചാണെങ്കിൽ കസ്റ്റംസ് സംശയിക്കുന്നത് ഇത്തരത്തിലൊരു അന്വേഷണം നടക്കുന്നതായി തന്നെ ബോധ്യപ്പെട്ട സാഹചര്യത്തിൽ ഈ വാഹനം കടത്തിയവർ വാഹനത്തിന്റെ നിറം മാറ്റി, നമ്പർ പ്ലേറ്റുകളൊക്കെ മാറ്റി കേരളത്തിൽ നിന്ന് പുറത്തേക്ക് ഇത് വാഹനങ്ങൾ കടത്തിക്കൊണ്ടുപോകാനുള്ള ഒരു സാധ്യതയുണ്ട്. അത് സംശയിക്കുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ചെക്ക് പോസ്റ്റുകൾക്ക് വിവരം നൽകിയത്. ചെക്ക് പോസ്റ്റുകളിൽ വാഹനങ്ങളുടെ നമ്പറുകളും വിവരങ്ങളും ഉൾപ്പെടെ കൈമാറിയിരുന്നു. പക്ഷേ കേരള പോലീസിന്റെ കൂടെ സഹായമില്ലാതെ ഇത് വ്യാപകമായി തന്നെ അന്വേഷണം നടത്തി വാഹനം പിടിച്ചെടുക്കുകയും സാധ്യമല്ല എന്ന് ബോധ്യമായ സാഹചര്യത്തിലാണ് കേരള പോലീസിന്റെ കൂടി സഹായം തേടിയിരിക്കുന്നത്. ഈ സഹായം തേടി കസ്റ്റംസ് പ്രിവന്റീവ് ഓഫീസർ കമ്മീഷണർ കേരള ഈ ലോ ആൻഡ് ഓർഡർ എഡിജിപിക്ക് ഇതുമായി ബന്ധപ്പെട്ട് കത്ത് നൽകിയിട്ടുണ്ട്. പോലീസിന്റെ സഹകരണം ഇക്കാര്യത്തിൽ ഉണ്ടാകണം. എന്തെങ്കിലും വിവരങ്ങൾ പോലീസിന് ലഭ്യമാവുകയാണെങ്കിൽ അത് കസ്റ്റംസിന് കൈമാറണമെന്ന് കൂടി ആവശ്യപ്പെടുന്നുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിൽ പരിശോധന ശക്തമാക്കാനാണ് തീരുമാനം. സംസ്ഥാനത്ത് പുറത്തേക്ക് വാഹനങ്ങൾ കടത്തുന്നുണ്ടോ എന്ന് പരിശോധിക്കണം. ഒപ്പം സംസ്ഥാന വ്യാപകമായി പലയിടത്തും വർക്ക്ഷോപ്പുകളിൽ ഇത്തരം വാഹനങ്ങൾ രൂപമാറ്റം വരുത്തുന്നതിനും നിറമാറ്റം വരുത്തുന്നതിനുമായി ഉണ്ടാകാം എന്നൊരു സംശയം കൂടിയുണ്ട്. അങ്ങനെ വർക്ക്ഷോപ്പുകൾ കേന്ദ്രീകരിച്ചുള്ള പരിശോധനയും ശക്തമാക്കിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഈ മൂവാറ്റുപുഴയിൽ നിന്ന്, അതായത് ഈ കുണ്ടന്നൂരിൽ നിന്ന് പിടികൂടിയ വാഹനത്തിന്റെ അതിന്റെ RC ഓണറായ മൂവാറ്റുപുഴ സ്വദേശി മാഹിൻ അൻസാരിയെ ഇന്നലെ ചോദ്യം ചെയ്തിരുന്നു. മാഹിൻ അൻസാരിയിൽ നിന്ന് ലഭ്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ ഡൽഹി കേന്ദ്രീകരിച്ചുള്ള റാക്കറ്റ് ഇതിനു മുന്നിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് അറിയുന്ന വിവരം. ഭൂട്ടാൻ കേന്ദ്രീകരിച്ച് ഭൂട്ടാൻ വഴി വാഹനങ്ങൾ ഇറക്കുമതി ചെയ്യുകയും ഉത്തരേന്ത്യൻ ജില്ലകളിലോ അല്ലെങ്കിൽ നോർത്ത് ഈസ്റ്റിലുള്ള സംസ്ഥാനങ്ങളിലെ അവിടെ എവിടെയെങ്കിലുമുള്ള RT ഓഫീസുകളിൽ ഈ വാഹനം രജിസ്റ്റർ ചെയ്ത് ഇന്ത്യൻ രജിസ്ട്രേഷനിലാക്കുകയും പിന്നീട് മറ്റ് സംസ്ഥാനങ്ങളിൽ കൊണ്ട് നടന്ന് വിൽക്കുകയുമാണ് ചെയ്യുന്നത്. എനിക്ക് ഒരുപക്ഷെ ലഭ്യമായ വിവരം അനുസരിച്ചാണെങ്കിൽ കൂടുതൽ വാഹനങ്ങൾ കേരളത്തിലേക്ക് എത്തിയിട്ടുണ്ടെന്ന് സംശയിക്കുന്നുണ്ട്. കാരണം കേരളത്തിലുള്ള പലപ്പോഴും സെലിബ്രിറ്റികളും ബിസിനസ്സുകാരും ഒക്കെ ഇത്തരം വാഹനങ്ങൾ, ഈ ആഡംബര വാഹനങ്ങൾ കുറഞ്ഞ വിലയ്ക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അതിനോടൊരു താല്പര്യമുള്ളവരാണ്. അത് മുതലെടുത്താണ് കൂടുതൽ വാഹനങ്ങൾ കേരളത്തിലേക്ക് എത്തിയതെന്ന് വിവരം ലഭ്യമായിരിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഈ 2 റാക്കറ്റുകൾ ഡൽഹി കേന്ദ്രീകരിച്ചും കോയമ്പത്തൂർ കേന്ദ്രീകരിച്ചുള്ള 2 റാക്കറ്റുകളെ കുറിച്ച് വിശദമായി അന്വേഷിക്കുന്നുണ്ട്. ഒപ്പം സംസ്ഥാന വ്യാപകമായി തന്നെ വർക്ക്ഷോപ്പുകൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണവും പുരോഗമിക്കുന്നുണ്ട്. ഷമി, ഭൂട്ടാനിൽ നിന്നുള്ള വാഹനക്കടത്ത് സംബന്ധിച്ച വിശദാംശങ്ങളാണ് തിയോഫിൻ നൽകിയത്.